കോൺഗ്രസിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത നേതാവ്. മറ്റ് പല നേതാക്കന്മാരെയും പരിശോധിക്കുമ്പോൾ സുധാകരൻ കോൺഗ്രസിനകത്ത് അനിവാര്യ ഘടകം. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണൂരുടെ പാർട്ടി നയിക്കണമെങ്കിൽ സുധാകരൻ വേണം. ഇപ്പോഴും പലരും ഉണ്ടെങ്കിലും അതിന് ആദ്യത്തെ വാക്ക് ഇപ്പോഴും സുധാകരനെ ബേസ് ചെയ്താണ് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പം അത് അദ്ദേഹം ഇപ്പം ഇടഞ്ഞു നിൽക്കുന്നു. എനിക്ക് കണ്ണൂർ മത്സരിക്കണം, അടുത്ത നിയമസഭാ മത്സരത്തിൽ എനിക്കുണ്ടാകണം. അതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ അദ്ദേഹം മത്സരിച്ച് ജയിച്ചാൽ അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്താൻ പറ്റത്തില്ലല്ലോ. UDF മന്ത്രിസഭ വരികയാണ്, മുഖ്യമന്ത്രി തൊട്ട് താപ്പോട്ടേ വരത്തുള്ളൂ. അതിനകത്ത് വേറെ മാർഗമില്ല സുധാകരൻ ഉണ്ടെങ്കിൽ. മന്ത്രി എന്നുള്ള കാര്യം ഉറപ്പാണ്, നല്ല വകുപ്പ് ഉറപ്പാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനമായിരിക്കും. അപ്പം ഇദ്ദേഹം മത്സരിക്കണം. അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ആയിരുന്നോ ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാളെ പോലും മത്സരിപ്പിച്ചതെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. KP പ്രസിഡന്റുമാർ മത്സരിച്ച ഇലക്ഷന് ഉറ്റുനോക്കുന്നത് എങ്ങനെ? അപ്പം ഇദ്ദേഹത്തെ അവസാനം മത്സരിപ്പിക്കുന്നു. അതിൻ്റെ കാരണം പറഞ്ഞാൽ കണ്ണൂർ അദ്ദേഹം ഇന്നലെ ജയിക്കത്തുള്ളൂ. അത് ഒരു പരിധി വരെ ശരിയാണ്. ഏതായാലും ഇപ്പം അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകുന്നു, പരസ്യമായിട്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിന് ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ആരും പരസ്യമായിട്ട് സ്ഥാനാർത്ഥിത്വമൊന്നും പ്രഖ്യാപിക്കാൻ പാടില്ല എന്നൊക്കെ കേസ് വീണുപോലെ. അങ്ങനെ പ്രഖ്യാപിക്കുന്നവർ പാർട്ടിക്കകത്ത് കാണത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ കണ്ണൂർ നിൽക്കും, അതിന് ഉറപ്പാണ്. അതിനെന്താ തർക്കം? എൻ്റെ സീറ്റല്ലേ, എനിക്ക് മത്സരിക്കാം. അപ്പം അത് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചു. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് ഡൽഹിയിൽ വെച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പരിശോധിക്കുമ്പോൾ, അദ്ദേഹം പങ്കെടുത്തപ്പോൾ കണ്ണൂർ സീറ്റ് അദ്ദേഹത്തിന് ഉള്ളതല്ല, അങ്ങനെ ഒരു തീരുമാനവും അങ്ങനെ ഒരു ചർച്ചയും ഡൽഹിയിൽ നടക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് തിരിച്ചു വരുന്നത്. ഇവിടെ വരുന്നതിന് ശേഷം അദ്ദേഹത്തെ തിരിച്ച് ഡൽഹിക്ക് പോകാൻ വിളിക്കുന്നു. അദ്ദേഹം ഡൽഹിയിലേക്ക് ഉറപ്പില്ലെങ്കിൽ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടാണ്, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. കാരണം എൻ്റെ ജീവരക്തമോ അങ്ങനെ കണ്ട് ആണ് കണ്ണൂർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു, മാധ്യമങ്ങളെല്ലാം പുറകിൽ വരുന്നു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഇതുവരെ പിടികൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.